Yes, welcome back, dear ones, to the class. Okay, so did you go through your textbook after the last class? Did you go through your textbook? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൂടിയൊക്കെ ഒന്ന് വായിച്ചു പോയായിരുന്നോ? ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എന്താ പറഞ്ഞിരുന്നേന്ന്? Do you remember? Yes, I had told you that I'll be taking a dictation, isn't it? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു ഒരു 4 വാക്ക് അല്ലേ അത് മിസ് എഴുതിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. മിസ് പറയും നിങ്ങൾ സ്പെല്ലിംഗ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ മിസ് പറഞ്ഞത്? ഓർക്കുന്നുണ്ടെന്ന് തമ്പ് തന്നേ മിസ്സിന്. എത്ര പേര് മിസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് തമ്പ് തന്നേ? അല്ലേ? എഡ്വിൻ കേട്ടില്ലായിരുന്നോ മോനെ? എഡ്വിൻ ജോസഫ്. കുഴപ്പമില്ല, ഈസിയാ, കൊച്ചിന് അറിയാവുന്നതൊക്കെ തന്നെയാ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതാം. ഓക്കെ, സോ ഡോണ്ട് വറി ഇഫ് യു മേക്ക് മിസ്റ്റേക്ക്. ഓക്കെ, നിങ്ങൾക്ക് തെറ്റിപ്പോയാല് അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. തെറ്റിപ്പോയാല് അതോർത്ത് സങ്കടപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല. എന്താ ചെയ്യണ്ടു? അത് ഒന്നുകൂടെ പഠിക്കുകയേ വേണ്ടു കേട്ടോ. ഡോണ്ട് വറി ഇഫ് യു മേക്ക് മിസ്റ്റേക്ക്. ജസ്റ്റ് ട്രൈ. അപ്പൊ നമ്മൾ എവിടെ എഴുതും? നമ്മുടെ ഇംഗ്ലീഷ് നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ എഴുതിക്കും. നമ്മുടെ ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ എഴുതിക്കും കേട്ടോ. ഇന്നത്തെ ഡേറ്റ് ഇടണേ, 24. Today's date 24th. We can write the opposite side of the English notebook. There you may write the date first. ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡില് ആദ്യം ഡേറ്റ് എഴുതുക, എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ജിയോണ, ആ കാറൊക്കെ അവിടെ വെച്ചേ, എന്നിട്ട് പെൻസിൽ എടുത്തേ. അവിടെ തന്നെ കുറിപ്പ് കാണിച്ചാലും ഞാൻ ഇവിടുന്ന് കാണും കേട്ടോ. ഓക്കെ, അപ്പൊ മക്കള് റെഡി അല്ലേ മക്കളെ? ആർ യു ഓൾ റെഡി? യെസ്, യു ആർ റെഡി. വെരി ഗുഡ്. സോ ലിസൺ കെയർഫുള്ളി. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലാസ് മിസ് എടുക്കുമ്പോ ആ സമയത്ത് നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് മിസ് പറയാനൊക്കെ പറയുമ്പോ അത് ഒച്ചത്തി പറയുകയൊക്കെ ചെയ്യുവാണേണ്ടല്ലോ, പകുതി സ്പെല്ലിംഗ് നമ്മൾ ക്ലാസ്സിൽ തന്നെ പഠിക്കും. We will learn almost all the spellings from the class itself if you follow me as I say. Okay? So then, okay. So first you listen well what I say. So your first word is star. Write the spellings of star. Star എന്ന വാക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. Star എന്നതിന്റെ സ്പെല്ലിങ്സ് എഴുതിക്കുക എല്ലാവരും. Star. Star. Now, when we say that word itself, you should get the letters. Star. 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 എഴുതിക്കോ. ആരാ എഴുതാത്തെ? എഴുതാതിരിക്കുന്ന ആരാ? ജിയോണ എഴുതുന്നില്ലേ? സ്റ്റാർ. ആരോമൽ എഴുതി കഴിഞ്ഞ മോനെ? ഓക്കെ. Okay. Did you finish writing the word star? Okay, star. Good, very good. Okay. So your second word is here. The second word is car. 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 Car.
car. Car. Okay, car. We won't pronounce car. R is always silent. Car. That way the pronunciation comes. Car. C. We give stress to C. C ക്ക് നമ്മൾ stress കൊടുക്കും. K എന്ന് pronounce ചെയ്യും. Car. Car. Did you write? Car. Yes. You know it. I know already. നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയാം. Okay. So, dear ones, your fourth word is hen. 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 Hen എന്ന് പറഞ്ഞാൽ എന്താ? കോഴി അല്ലേ? Hen. 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 പറഞ്ഞോണ്ട് എഴുത്. Hen. Hen. Okay. Did you finish writing? Hen. And then Nigel, എന്താ മോളെ? Unmute ചെയ്തേ. മിസ് ഇവനിപ്പോ കേറിയതേ ഉള്ളൂ. സ്റ്റാർ കാർ തന്നെ എഴുതിയുള്ളൂ. മിസ് ഒന്നുകൂടെ പറയൂ. മോനെ സ്റ്റാർ കാർ കഴിഞ്ഞു ഹെൻ. മൂന്നാമത്തെ ഹെൻ. ഹെൻ. ആദ്യം സ്റ്റാർ കാർ ഹെൻ അല്ലേ? മൂന്നെണ്ണേ പറഞ്ഞോളൂ മോനെ. മൂന്നെണ്ണേ പറഞ്ഞോളൂ. അതേതി? വെയിറ്റ് ചെയ്യ. അടുത്ത മിസ് പറയാട്ടോ. ഡിക്റ്റേഷൻ ആണോ? ഡിക്റ്റേഷൻ ആന്നേ. മോനെ okay. So the next last one, the fourth word. Fourth word. മോന് അൺമ്യൂട്ട് ചെയ്യണ്ട കേട്ടോ. ഇപ്പം പറഞ്ഞ മോന്റെ നൈജലെ അൺമ്യൂട്ട് ഒന്ന് മാറ്റി വെച്ച് മ്യൂട്ടാക്കി വെച്ച്. ഓക്കെ. ലാസ്റ്റ് വേർഡ് ബെഡ്. 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 നമ്മൾ ഉറങ്ങുന്ന ബെഡ്. ബെഡിന്റെ സ്പെല്ലിംഗ് എഴുത്. ബെഡ്. Fourth word is bed. Bed. Write the spellings of bed. Bed. Edwin, എഴുതി കഴിഞ്ഞു? Edwin Joseph. Okay. Okay, Manu, good. Okay. Okay. Did you all finish writing? Yes. Very good. നിങ്ങളുടെ എല്ലാവരുടെയും അടുത്ത് അമ്മമാരുണ്ട് അല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ആ നോട്ട്ബുക്ക് അമ്മയുടെ കൊടുത്തേ. എഴുതിയത് അമ്മയൊന്ന് ചെക്ക് ചെയ്യട്ടെ. മിസ്സസ് സ്പെല്ലിങ്സ് പറയാം. അമ്മയൊന്ന് ചെക്ക് ചെയ്യട്ടെ. The first word, star. S-T-A-R. Star. S-T-A-R. Star. ഒന്ന് ചെക്ക് ചെയ്യണേ അമ്മേ. S-T-A-R. അമ്മ എടുത്തില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണേലും മതി. ഒന്നാമത്തെ നിങ്ങൾ S-T-A-R എന്ന് എഴുതിയേക്കുന്നെങ്കിൽ അത് ശരിയാ. സ്റ്റാർ. S-T-A-R. രണ്ടാമത്തത് കാർ. C-A-R. കാർ.
C-A-R, car. C-A-R, car. ചെയ്തോ? ജിയോണ ചെയ്യുന്നുണ്ടോ? Okay. Third one, hen. H-E-N, hen. Third one, hen. H-E-N, hen. Priyash K. Please switch on your video. Priyesh. Priyesh അത് കുട്ടിയുടെ പേരല്ലല്ലോ. Priyesh. ആണോ? Okay. മസ്ലോബ മോളെ അൺമ്യൂട്ട്, മോളുടെ വീഡിയോ കാണുന്നില്ല മിസ്സിന്. The last one is bed. B-E-D, bed. B-E-D, bed. മൂന്നാമത്തത് hen, നാലാമത്തത് bed. 4 വാക്യം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അവിനാഷ് ചോദിച്ചിട്ടുണ്ട്, 3 അല്ലേ? 4 എണ്ണം ഉണ്ട് അവിനാഷ്. നാലാമത്തതാണ് ബെഡ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു അല്ലേ? ഇനി എത്ര പേർക്ക് ഫുൾ മാർക്ക് കിട്ടി? മിസ്സിനൊന്ന് കൈ കാണിച്ചേ. ഫുൾ മാർക്ക് കിട്ടിയവര് 4 ശരിയായവർ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ആഹാ, ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവർക്കും തന്നെ ശരിയായി അല്ല അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് തന്നെ ഒന്ന് ക്ലാപ്പ് ചെയ്യാം. ക്ലാപ്പ് കൊടുത്തേ, എല്ലാവരും ഒന്ന് ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ് ചിൽഡ്രൻ. യെസ്, വെരി ഗുഡ്. മിസ്സിന് സന്തോഷമായി കേട്ടോ, നിങ്ങൾ എല്ലാവരും ചെയ്തു. നല്ല കുട്ടികളാ. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ഡിക്റ്റേഷൻ ആ നോട്ട്ബുക്ക് അവിടെ അടച്ചു വെച്ചു. Again, take your textbook. Open your textbook. Page number 15. 15. Take your textbook. Page number 15. Two sentences already we have finished reading it in the last class. അല്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ 2 സെന്റൻസ് വായിച്ചു കഴിഞ്ഞു. നമ്മൾ അത് നോട്ട്ബുക്കിൽ എഴുതിയില്ലേ 2 സെന്റൻസ്? Yes. So now we will move towards the third sentence. Look at the third sentence there. Yeah, look at there and keep your finger there. I see 6 big ships. 6, the spelling of 6 is not given completely there. The spelling of 6 is not given completely. S and X is only given. In the middle you have to fill. So S-I. S കഴിഞ്ഞിട്ട് I എഴുതുക അവിടെ. S-I-X, 6. Please write 6, I between S and X. Please write I between S and X. Okay. Between എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ രണ്ടിന്റെ നടുക്ക് എന്നർത്ഥം വരും. Between S and X. And ship. The spelling of ship, S-H-I-P, അല്ലേ? Ship. So there also you have to write I. S-H-I you have to write there. S-H-I-P-S. Ships. Ships means, look at there, how many ships are there? The picture of ships is given there. 6 are there. Couple. I see 6 big ships. Sheeps don't read. Okay, sheep alla, ships. Okay, all of you read. I see 6 big ships. I see, why say I see 6 big ships.
Keep your finger there. I see. SEE. അല്ലേ? എസ് ഉണ്ട്, 2 ഇ ഉണ്ട്. അതെങ്ങനെയാ വായിക്കുന്നത്? സി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കാണുക കേട്ടോ. പിന്നെയോ വേറൊരു സി ഉണ്ട്, SEAC. അത് കടല കേട്ടോ. അതല്ല ഇവിടെ. Pronouncing the same but the spellings are different. SEEC യുടെ അർത്ഥം കാണുക എന്നാണ്. I see. I എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അല്ലേ? ഞാൻ. I am Anne-Maria അല്ലെങ്കിൽ I am Edwin അങ്ങനെയൊക്കെ നമുക്ക് പറയുന്നില്ലേ? അപ്പൊ അതുപോലെ I see, ഞാൻ കാണുന്നു. എന്ത്? 6 big ships. എത്രയാണ്? 6 ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ കപ്പലുകൾ. ഓക്കെ. I see 6 big ships. Yeah. Big, BIG, big means വലുത്. ഓക്കെ. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ച മക്കളെ. I see 6 big ships. എങ്ങനെയുള്ള ഷിപ്പാണ്? വലുതാണ്. ബിഗ് ഷിപ്സ്. How many ships? 6. അല്ലേ? I see 6 big ships. എല്ലാവരും വായിക്കണേ. I see 6 big ships. Okay. SEE. എങ്ങനെയാ വായിക്കുക? SEE. How do we pronounce? How do we pronounce it? C. പറഞ്ഞേ. SEE. C. മറന്നു പോവരുതേ. I see 6 big ships. BIG. Big. വായിച്ചേ. ആൻഡ്രോസ് ജിയോ മോളെ വായിച്ചേ. ബിഗ്. BIG. ബിഗ്. ബിഗ്. ഷിപ്സ്. SHIPS. ഷിപ്സ്. ഷിപ്സ് എന്ന് പറഞ്ഞാല് കപ്പല് കേട്ടോ. ഷിപ്സ്. I see 6 big ships. I see 6 big ships. ഓക്കെ. നിങ്ങൾ എഴുതിയോ? ഐ എഴുതിയോ? 6ന്റെയും ഷിപ്സിന്റെയും അവിടെ കംപ്ലീറ്റ് ആക്കിയോ സ്പെല്ലിങ്സ്? ഓക്കെ, എഴുതി. ഗുഡ്. So now look at the second sentence. അതിന്റെ താഴെയുള്ള സെന്റൻസ്. The fourth sentence. THE. എങ്ങനെ വായിക്കണം എന്ന് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. THE എങ്ങനെയാ വായിക്കുന്നേ? ആർക്കാ ഓർമ്മയുള്ളേ? കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. THE. Yeah, the. It's pronounced as the. The. FOX. Fox. You have to write there O. F-ന്റെയും X-ന്റെയും മിഡിലില് O എഴുതണം. O എഴുതിക്കേ. Fox. 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 The fox. SITS. നോക്കിയ സ്പെല്ലിങ്സ്. SITS. Sits. SIT. Sit. അതിൻ്റെ കൂടെ എസും കൂടെ ചേർത്തപ്പോ സിറ്റ്സ് ആയി. സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിറ്റ് ഡൗൺ എന്ന് പറയില്ലേ? SIT. സിറ്റ്. ഇരിക്കുക അല്ലേ? The fox sits എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്സ് ഇരിക്കുകയാണ് അല്ലെ? എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഓൺ ദ ബോക്സ്. ഓൺ ദ ബോക്സ്. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന്. ഡു യു റിമെമ്പർ? യാ. ദ പെൻ ഈസ് ഓൺ ദ ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പെൻ എവിടെയാ ഉള്ളേ? ഡെസ്കിന്റെ മുകളിലാണ് അല്ലേ?
ഓക്കെ, അപ്പോ the fox sits on the box. എവിടെ ഇരിക്കുന്നേ? ബോക്സിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. The fox sits on the box. Box spelling you have to complete. B-O-X. O എഴുതുക ബോക്സിന്. ബിയും എക്സും അവിടെയുണ്ട്. You have to write O. Write O between B and X. Okay. So B-O-X, box. Please read. B-O-X, box. The fox. Fox എന്ന് പറഞ്ഞാരാ? കുറുക്കനല്ലേ? The fox sits on the box. വായിച്ചേ. The fox sits on the box. Yeah. നമ്മുടെ ഫോക്സ് എവിടെ ഇരിക്കുന്നേ? On the box. ബോക്സിന്റെ മുകളിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഫോക്സ് ഇരിക്കുന്നത്. The fox sits on the box. Once again, ഇപ്പൊ നമ്മൾ പഠിച്ച രണ്ട് സെന്റൻസ് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ആദ്യത്തെ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസും വായിക്കാം. I see 6 big ships. I see 6 big ships. Okay. Next one. The fox sits on the box. വായിച്ച മക്കളെ, നമുക്കിപ്പോ ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ വായിക്കാൻ പഠിക്കണം നമുക്ക് കേട്ടോ. വായിച്ചേ. The fox sits on the box. ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കിക്കേ. പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ അമ്മേനൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. കഴിഞ്ഞ ക്ലാസ്സില് അപ് ടു റോൾ നമ്പർ 10 വരെയാണ് വായിച്ചത് അല്ലേ? അഗെയിൻ റോൾ നമ്പർ 11 അന്ന ഗ്രേസ്. അന്ന ഗ്രേസ് കയറിയിട്ടുണ്ടോ ക്ലാസ്സിൽ? മിസ് ഒന്ന് നോക്കട്ടെ. കുറച്ച് സമയം എടുക്കും മിസ്സിന് നിങ്ങളെ ഒന്ന് കണ്ടുപിടിക്കാൻ. അന്ന ഗ്രേസ് ഉണ്ട്. അന്ന ഗ്രേസ് ജോമോളെ പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ മോളെ, വായിച്ചോ. I see bees. Ships. These are fox. The fox. This is fox and sit on the box. ഒരു പ്രാവശ്യം കൂടി വായിച്ചേ. The fox. വായിച്ചേ മിസ് വായിക്കുമ്പോ. The fox sits on the box. Sits on the box. Okay. ഒരു പ്രാവശ്യം കൂടി വായിച്ചേ മോളെ. ഒരു പ്രാവശ്യം കൂടി മോള് വായിച്ചേ. അന്ന ഗ്രേസ്. I see 6 big ships. Okay. അതിന്റെ താഴത്തെ വായിച്ച മോളെ. The fox is the fox. The മോളെ പറഞ്ഞേ. The Box. The fox sits. The fox and No മോനെ, അവിടെ ആൻഡ് ഇല്ലല്ലോ മോളു. മോൾക്ക് എവിടുന്ന് ആൻഡ് വരുന്നേ? സിറ്റ്സേ ഉള്ളൂ. സിറ്റ്. SITS. സിറ്റ്സ്.
വായിച്ചേ. Sit. On the on the box. മറ്റുള്ളവർ വായിക്കുമ്പോൾ മോളും വായിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്തത് ആൻഡ്രോസ് ജിയോ. മോളെ പ്ലീസ് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ അടുത്തത് വായിക്കാം. The fox sits on the box. Very good. Mediki. അടുത്തത് ആരോമൽ പി. മിസ് ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. ആരോമൽ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോന്ന്. ആരോമലുണ്ട്. ആരോമൽ കുറെ സമയമായിട്ട് കൈപൊക്കി പിടിക്കുക. ഓക്കെ ഓക്കെ മോനെ. വായിച്ചോ. അതല്ലടാ, ആദ്യത്തെ സെന്റൻസ് വായിക്കാം ആദ്യം. There is a star na. അല്ലടാ, I see. അതുകൊണ്ടോ? I see 6 big ships. ഓക്കെ അടുത്തത്. The fox is on the box. 6 on the box. മിടുക്കനാണല്ലോ. ഗുഡ്, വെരി ഗുഡ്. ഇനി ഉണ്ടല്ലോ, ഇന്നിപ്പം 3 പേര് വായിച്ചു. മിസ് ഉണ്ടല്ലോ, ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് വായിപ്പിക്കാവേ, അല്ലെങ്കിൽ ചിലപ്പോ അറ്റൻഡൻസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിക്കോ. You can please read. Okay, I will just take the attendance. Otherwise, we won't get the time to take the attendance. You will not get attendance. Okay, don't sit simply. You have to read the textbook. The next hour, again we have one more hour now. So, Miss Samendram, baki. Andros Geo. Andros Geo, Nigel, Lakshmi Abhilash, Shansa Fatima, okay, Dhanalakshmi, Anna Grace, Abhirami Sajid, Aromal, Abedya, Samajna, Ayon Sabin, Arjun Rajesh, Bhavika, Avinash Prakashan, Amna Fatima, Christo John Sijobi, Agnish Katie, Jaswin Sijo, Kashinath, Nazim Muhammad, Anaya Rose, Srishna,
ടി ജോസഫ്, ഗൗരിനന്ദ, ഇഷാൻ, അലൻ ജോസഫ്, ഭാവയാമി, നഹ്ല ഫാത്തിമ, ജിയോണ തെരേസ്, വൈഷ്ണവ്, എഡ്വിൻ ജോസഫ്, പാർവണ, ഏഞ്ചൽ, മഹേദിയ, ജസ്വൽ ബിനു ആരോൺ, ദേവപ്രിയ, മിസ് എന്താ പറഞ്ഞേ? ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. മോനെ ഇതാരാ റെഡ്മി പേരിൽ കയറിയേക്കുന്ന? റെഡ്മി അടിച്ചു കയറിയിട്ടുണ്ടല്ലോ. മോൻ അൺമ്യൂട്ട് ചെയ്തേ. മോന്റെ പേരെങ്ങനെയായിരുന്നു? ആദിനാഥ്. മോനെ ഒന്നുകൂടെ പറഞ്ഞു മോനെ. ആദിനാഥ്. ഓക്കെ. ഓക്കെ, ആദിനാഥ്. നിഹാദ്, അനയ റോസ്, ധ്യാൻ ടി വി. ഓക്കെ മോളെ. മസ്ലോവ, ദേവപ്രിയ, ഐവിൻ. ഓക്കെ മിസ് എല്ലാവരുടെയും പേര് വായിച്ചില്ലേ മക്കളെ? എല്ലാവരുടെയും പേര് വിളിച്ചില്ലേ? ഓക്കെ. നഹലയുടെ പേര് മിസ് വിളിച്ചു. നഹല വിളിച്ചില്ലേ? ഓക്കെ വിളിച്ചിട്ടുണ്ട്. നഹലയുടെ പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ ഹോംവർക്ക് മിസ് അടുത്ത ക്ലാസ്സിൽ തരും കേട്ടോ. നമുക്കൊരു ക്ലാസ്സും കൂടി ഇല്ലേ? അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ കയറണം. അടുത്ത ക്ലാസ്സിൽ മിസ് ഹോംവർക്ക് തരും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ വായിക്കാത്തവർക്ക് അടുത്ത ക്ലാസ്സിൽ ചാൻസ് തരുന്നതായിരിക്കും. ഓക്കെ, then shall we wind up today's class? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇപ്പൊ നിർത്തിയാലോ? ഇപ്പോഴത്തെ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ മോനെ ആരോമലെ? പ്ലീസ് അൺമ്യൂട്ട്. ഇന്ന് ഹോംവർക്ക് ഉണ്ടോ മിസ്സേ? ഹോംവർക്ക് ഉണ്ട്, അടുത്തതിൽ തരും, അടുത്ത ക്ലാസ്സിൽ തരും. എന്നാ മോനെ? എനിക്ക് പറ്റുന്നില്ല. മിസ് എഴുതുമ്പോഴോ? ആ മോനെ എഴുതാൻ പറ്റും. ആ മിസ്സിന് പതുക്കെ എഴുതാട്ടോ. മിസ്സിന് പതുക്കെ എഴുതാട്ടോ. ആ കുഴപ്പമില്ല, മോനെ എഴുതിയാ മതി. എന്താണ് ഇവിടെ ഷൻസ ഫാത്തിമ? അവിടെ എന്താ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. സിയാനെ വിളിച്ചില്ല. ഓക്കെ, ഷൻസ സിയാൻ അല്ലേ? ഷൻസ ഫാത്തിമ സിയാൻ. ഓക്കെ മോനെ, എല്ലാരും അടുത്ത ക്ലാസ്സിലും കയറണേ കേട്ടോ. അപ്പോഴേ ഞാൻ ഹോംവർക്ക് തരത്തുള്ളൂ. ഇതാർക്കും മിസ്സിന്റെ പേര് ഇതുവരെ അറിയില്ലാത്ത? മിസ്സിന്റെ പേര് സായ.
കേട്ടോ നൈജലേ. അപ്പൊ മക്കളെ അടുത്ത ക്ലാസ്സിൽ കയറണം. അടുത്ത ക്ലാസ്സിൽ മിസ് ഹോംവർക്ക് തരും കേട്ടോ. നന്നായിട്ട് വായിക്കണേ. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇനി ബാക്കിയുള്ളവരെ വായിപ്പിക്കും. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒന്ന് വായിച്ചിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ. ഓക്കെ ദെൻ ബൈ. ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കയറിയാൽ മതി. ഓക്കെ.